നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ പലരും മദീനയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജിന് മുൻപായി ഇവർ മക്കയിൽ തിരിച്ചെത്തും. മക്കയിൽ മികച്ച സൗകര്യങ്ങൾ ലഭിച്ചതിലും ഇതുവരെയുള്ള കർമ്മങ്ങൾ സുഗമമായി നിർവഹിക്കാൻ സാധിച്ചതിലുമുള്ള സന്തോഷത്തിലാണ് മലയാളി തീർത്ഥാടകർ. ഇന്ത്യയിൽ നിന്നും 35,000-ഓളം തീർത്ഥാടകരാണ് ഇത്തവണ സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം തീർത്ഥാടകരും ഇതിനകം സൗദിയിലെത്തി. മക്കയിൽ ഹറം പള്ളിക്ക് തൊട്ടടുത്ത് ക്ലോക്ക് ടവറിലും മറ്റുമായിരുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പല തീർത്ഥാടകരുടെയും ഇതുവരെയുള്ള താമസം. മക്കയിലായിരുന്ന തീർത്ഥാടകരിൽ പലരും ഇന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി ഹജ്ജിന് മുമ്പായി ഇവർ മക്കയിൽ തിരിച്ചെത്തും. അൽഹംദുലില്ലാ, ഞങ്ങൾ 10-15 ദിവസത്തോളമായി മക്ക മുക്കറമയിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എത്തുകയും നല്ല റാഹത്തുള്ളൊരു ജീവിതമായിരുന്നു. ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഹജ്ജ് യാത്ര തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടത്. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ തന്നെ സൗദി ഗവൺമെന്റിന്റെയും ഇവിടുത്തെ മുത്തവഫിന്റെയും മറ്റ് ഇവിടുത്തെ ഏജൻസിയോടൊക്കെ സേവനങ്ങളൊക്കെ വളരെയധികം മികച്ചതായിരുന്നു. തവാഫിനും എല്ലാ വഖത്ത് നിസ്കാരത്തിന് പോകാനും മറ്റു ഇബാദത്തുകൾക്കൊക്കെ വളരെ എളുപ്പമായി. എപ്പോഴും ഹറമിൽ തന്നെ കൂടാനുള്ള വലിയൊരു സൗകര്യം ക്ലോക്ക് ടവറിലായതുകൊണ്ട് ഞങ്ങൾക്ക് ലഭ്യമായി. 30 മുതൽ 40 ദിവസം വരെയാണ് തീർത്ഥാടകർ സൗദിയിൽ കഴിയുന്നത്. ഇതിൽ 8 ദിവസം മദീനയിലും 4-5 ദിവസം മിനായിലും 1 ദിവസം മുസ്ദലിഫയിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ മക്കയിലുമായിരിക്കും താമസം. മദീനയിലും ഹറം പള്ളിക്ക് സമീപമാണ് ഭൂരിഭാഗം തീർത്ഥാടകർക്കും താമസ സൗകര്യം ലഭിച്ചിരിക്കുന്നത്. ഹജ്ജിന് മുമ്പും ശേഷവുമായി തീർത്ഥാടകർ ആവർത്തിച്ച് ഉംറ നിർവഹിക്കുകയും ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുകയും ചെയ്യുന്നു. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച നേതൃപരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്പോണ്ടേനിയസ് 2024 എന്ന പേരിൽ വ്യക്തിത്വ വികസനം, ആശയവിനിമയം, മീഡിയ സ്കിൽസ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത്. ജിദ്ദ കേരള പൗരാവലി സംഘടിപ്പിച്ച നേതൃപരിശീലന പരിപാടിയായ സ്പോണ്ടേനിയസ് 2024 സമാപന ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ബിരുദങ്ങൾ കരസ്ഥമാക്കിയാലും സോഫ്റ്റ് സ്കിൽ പരിശീലനം നേടണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മതിയായ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിൽ മേഖലയിലും നേതൃതലങ്ങളിലും പലരും പരാജയപ്പെടാൻ കാരണം പ്രായോഗിക പരിശീലനത്തിന്റെ അഭാവമാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. വ്യക്തിത്വ വികസനം, ആശയവിനിമയം, മീഡിയ സ്കിൽസ്, പ്രവാസിക്ഷേമം, ബേസിക് ലൈഫ് സപ്പോർട്ട്, സംഘടനാ നിർവഹണം, ഈവന്റ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയ 44 പേർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നേതൃത്വം നൽകിയ പരിശീലകരെ സമാപന വേദിയിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മാധ്യമപ്രവർത്തകൻ PM മായിൻകുട്ടി, സാംസ്കാരിക പ്രവർത്തകൻ ബഷീർ തിരൂർ എന്നിവർക്ക് യാത്രയപ്പ് നൽകി. പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി അധ്യക്ഷനായിരുന്നു. ഷെരീഫ് അറക്കൽ സ്വാഗതവും മൻസൂർ വയനാട് നന്ദിയും പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. മലയാളം മിഷന്റെ കുട്ടി മലയാളം ക്ലബിന്റെ ആദ്യ സൗദി ചാപ്റ്ററിന് ജിദ്ദയിലെ അൽഹുദ മസ്രയിൽ തുടക്കമായി. മലയാളം മിഷൻ ഡയറക്ടറും കവിയുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. സലാ കാരാടന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ മലയാളം മിഷൻ സൗദി ചാപ്റ്റർ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഹംസ മദാരി കുട്ടികളുമായി സംവദിച്ചു. ജിദ്ദയിൽ യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 12 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ ടാലന്റ് ടീൻസിനെ പരാജയപ്പെടുത്തി JSC സോക്കർ അക്കാദമി ജേതാക്കളായി. 14 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ സോക്കർ ഫ്രീക്സിനെ പരാജയപ്പെടുത്തി സ്പോർട്ടിംഗ് അമിഗോസ് യുണൈറ്റഡ് വിജയിച്ചു. ലൂസേഴ്സ് ഫൈനലിൽ 12ഉം 14ഉം വയസ്സ് വിഭാഗങ്ങളിൽ യഥാക്രമം അമിഗോസും JSCയും വിജയിച്ചു. ജിദ്ദയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ അൽ അഹ്ലിയിലേക്ക് സെലക്ഷൻ കിട്ടിയ JSCയുടെ എയ്സൻ അനസിനെ ആദരിച്ചു. ജനവിധി കാത്ത് രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. NDAയ്ക്ക് വൻ ഭൂരിപക്ഷം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ BJP. എക്സിറ്റ് പോളിലൂടെ യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കുകയാണെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. മോദി മീഡിയ പോളാണ് പുറത്തുവന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ജൂൺ 4-ന് BJP സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ NDAയ്ക്ക് മുൻതൂക്കം പ്രവചിച്ചെങ്കിലും ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടാതെ പ്രവചനങ്ങളെ തള്ളുകയാണ്. എക്സിറ്റ് പോൾ മോദി മീഡിയ പോൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം.
इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है। ये मोदी जी का पोल है, फैंटेसी पोल है उनका। थैंक यू। कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295। എക്സിറ്റ് പോളിലെ ഫലമാണ് മറ്റന്നാൾ വരുന്നതെങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എക്സിറ്റ് പോളുകളെ ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല എന്ന്. യഥാർത്ഥ വിധിയുടെ പ്രതിഫലനമാണ് എക്സിറ്റ് പോളെന്നും 400-ന് മുകളിൽ സീറ്റ് ലഭിക്കുമെന്നുമാണ് BJPയുടെ പ്രതികരണം. तो 4 तारीख को 4 जून को जो रिजल्ट आएंगे वो भी एग्जिट पोल के अनुरूप ही आएंगे, ऐसा मैं मानता हूँ. ये हमारा लक्ष्य था और लक्ष्य हम पार करेंगे. എക്സിറ്റ് പോൾ സർവേ ഷെയർ മാർക്കറ്റുകൾക്ക് വേണ്ടി എന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. പ്രവചനങ്ങളെ തള്ളി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി. ബംഗാളിലെ എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തത് എന്നായിരുന്നു മമതയുടെ വിമർശനം. മറ്റന്നാൾ തൃണമൂലിന്റെ ആഘോഷം സംസ്ഥാനത്തുണ്ടാകുമെന്നും മമത പങ്കുവച്ചു. ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് കൂടി. മറ്റന്നാൾ അറിയാം ജനവിധി ആർക്കൊപ്പമെന്ന്. വിധി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവയ്ക്കുമോ അതോ 295 എന്ന അക്കം ഇന്ത്യ മുന്നണി കടക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ജൂൺ 4 ഉത്തരം നൽകും. R. അച്യുതൻ, 24, ഡൽഹി. വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി കമ്മീഷന് നിവേദനം നൽകി. തെരഞ്ഞെടുപ്പ് ഫലത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നു എന്നാരോപിച്ച് BJP നേതാക്കളും പരാതി നൽകി. വോട്ടെണ്ണൽ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12:30 നടക്കും. എക്സിറ്റ് പോൾ പ്രവചനം തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകിയത്. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണി ഫലം പ്രഖ്യാപിക്കണം, അതിനുശേഷമേ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണാവൂ എന്ന് നേതാക്കൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. पोस्टल बैलेट की गणना के बाद उसका परिणाम पहले घोषित करना अनिवार्य है और अगर आप अंत तक पहुंच गए EVM में तो उसको रोकिए जब तक पोस्टल बैलेट का आप परिणाम घोषित न करें. പോളിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിയ ശേഷം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത് ഒഴിവാക്കാനാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് അഭിഷേക് സിംഗ്വി അറിയിച്ചു. വോട്ടെണ്ണൽ നടപടികൾ ക്യാമറയിൽ ചിത്രീകരിക്കണമെന്ന ആവശ്യം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചു. And the observers must be instructed that in case we have our objections, they cannot use the excuse saying that get a instruction from the ECI, but they'll have to follow according to the rule books. ബലം അട്ടിമറിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാരെ നേരിട്ട് വിളിച്ച് അമിത്ഷാ ഭീഷണിപ്പെടുത്തുകയാണെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. എക്സിറ്റ് പോൾ ബലത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. 24, ഡൽഹി. ആന്ധ്രാപ്രദേശിൽ ഭരണമാറ്റമെന്ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചനം. ആന്ധ്രയിൽ NDA 98 മുതൽ 120 സീറ്റ് വരെ നേടിയേക്കുമെന്നാണ് പ്രവചനം. ഭരണകക്ഷിയായ ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടിക്ക് 55 മുതൽ 77 സീറ്റ് മാത്രമേ നേടാനാകൂ എന്നാണ് പ്രവചനം. 78 മുതൽ 96 വരെ സീറ്റ് നേടി TDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും എക്സിറ്റ് പോൾ പറയുന്നു. കോൺഗ്രസ് ഇടത് സഖ്യത്തിന് 0 മുതൽ 2 സീറ്റ് വരെയാണ് പറയുന്നത്. അതേസമയം ഒഡീഷയിൽ BJP BJD ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ പറയുന്നത്. 62 മുതൽ 80 സീറ്റ് വരെയാണ് BJDക്കും NDAയ്ക്കും പ്രവചിക്കുന്നത്. കേരളത്തിൽ UDFന് വൻ വിജയമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ സർവേകൾ തള്ളി LDF. ഏജൻസികൾ നടത്തുന്ന സർവേകൾ വിശ്വാസയോഗ്യമല്ല എന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്ന് LDFും UDFും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവുമധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. LDF കേരളത്തിൽ സംപൂജ്യരാകുമെന്ന് പ്രവചിച്ച സർവേകളായിരുന്നു ചർച്ചയായത്. കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോകുമെങ്കിലും UDF തരംഗമുണ്ടെന്നും സർവേകൾ പറഞ്ഞു. എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം സീറ്റ് നേടുമെന്നാണ് UDF നേതാക്കളുടെ ആത്മവിശ്വാസം. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ 2020 നേടുമെന്നും രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും
യോജിക്കാൻ കഴിയില്ല. സംപൂജ്യരാകുമെന്ന സർവേകളുടെ പ്രവചനത്തെ രാഷ്ട്രീയമായിട്ടാണ് LDF പ്രതിരോധിക്കുന്നത്. എക്സിറ്റ് പോളുകളിലെ ചില നിരീക്ഷണങ്ങൾ സംശയാസ്പദമാണെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമെന്നും വോട്ടെണ്ണലിന് ശേഷം സ്ഥിതി വേറെയാകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. 2014 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ചിലയിടങ്ങളിൽ RSSും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധ ആയുധവും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രവചനം LDFനെയും UDFനെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. മധ്യപ്രദേശിൽ ട്രാക്ടർ ട്രോളി മറിഞ്ഞ് 13 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. രാജസ്ഥാനിൽ നിന്നുള്ള വിവാഹ സംഘം സഞ്ചരിച്ച ട്രോളിയാണ് അപകടത്തിൽപ്പെട്ടത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാജസ്ഥാൻ മധ്യപ്രദേശ് മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശിലെ രത്നം ആണ് അപകടം. ഈ മോത്തിപുര ഗ്രാമത്തിൽ നിന്നും ഉള്ള സംഘം സഞ്ചരിച്ചിരുന്ന ട്രാക്ടർ ട്രോളിയാണ് മറിഞ്ഞത്. ഇവർ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടെ നിയന്ത്രണ ട്രാക്ടർ ട്രോളി വനമേഖലയിൽ വെച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം ഉൾപ്പെടെ സമയം എടുത്തു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 9 മണിയോടെയാണ് അപകടം ഉണ്ടായത്. 13 പേർ ഈ അപകടം മരിച്ചു. ഈ അപകടം നടന്ന ഉടൻ തന്നെ ഈ 13 പേരിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അധികൃതരിൽ നിന്നും ലഭ്യം. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം. ഇവരെ ഭോപ്പാലിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഈ മേഖല എന്നുള്ളത് മറ്റ് സർവീസുകൾ, യാത്രാ സർവീസുകൾ കുറവായതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ ട്രാക്ടർ ട്രോളികളിലാണ് കൂടുതൽ വിവാഹ സംഘം അടക്കമുള്ള സാധാരണ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ട്രാക്ടർ ട്രോളിയാണ് അപകടത്തിൽപ്പെട്ടത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. അരുണാചലിലും സിക്കിമിലും തൽസ്ഥിതി. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണ തുടർച്ച. 4-3 ഭൂരിപക്ഷത്തോടെ അരുണാചലിൽ BJP ഭരണം നിലനിർത്തി. സിക്കിമിൽ 32 സീറ്റിൽ 31 സിക്കിം ക്രാന്തികാരി മോർച്ച നേടി. ബർഫംഗിൽ ഫുട്ബോൾ താരം ബൈച്ചിങ് ബൂട്ടിയ തോറ്റു. അരുണാചൽ പ്രദേശിൽ 60-അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 31 സീറ്റുകൾ. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 10 സീറ്റുകളിലടക്കം 46 സീറ്റുകളിൽ BJP വിജയമുറപ്പിച്ചു. മുഖ്യമന്ത്രി പെമാ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൌന മേൻ എന്നിവരടക്കമുള്ളവർ എതിരില്ലാതെ നേരത്തെ തന്നെ വിജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. NPP 8ഉം മറ്റുള്ളവർ 7 സീറ്റുകളിൽ വിജയിച്ചു. തുടർഭരണം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ BJP പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഘോഷം നടത്തി. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിൽ തുടരും. 32 സീറ്റുകളിൽ 31ലും അവർ ഒന്നാമതെത്തി. കേവല ഭൂരിപക്ഷത്തിന് 17 സീറ്റുകളാണ് ഇവിടെ വേണ്ടത്. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് 1 സീറ്റിൽ വിജയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമംഗ്, മുൻ മുഖ്യമന്ത്രി പവൻ കുമാർ ചാലിം തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. सबसे पहले तो मैं संपूर्ण सिक्किम जनता को मैं बहुत बहुत धन्यवाद देना चाहता हूँ हृदय से ही. 2019 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുമായാണ് SKM അധികാരത്തിലെത്തിയത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരികെയെത്തി. ജാമ്യം ലഭിച്ച് 21 ദിവസം രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ പ്രചാരണം നടത്തിയതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുമെന്നോ എന്ത് സംഭവിക്കുമെന്നോ അറിയില്ലെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങും മുൻപ് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാർച്ചന നടത്തി.
കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ സന്ദർശിച്ച ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സുപ്രീം കോടതി നൽകിയ 21 ദിവസങ്ങൾ അവിസ്മരണീയം. രാജ്യത്തെ രക്ഷിക്കാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രചരണം നടത്തി. തനിക്ക് പാർട്ടിയേക്കാൾ വലുതാണ് രാജ്യരക്ഷയെന്നും കേജ്രിവാൾ പറഞ്ഞു. रात दिन 24 घंटे देश को बचाने के लिए प्रचार किया है. केवल आम आदमी पार्टी के लिए प्रचार नहीं किया, सारी पार्टियों के लिए प्रचार किया. बंबई भी गया, भिवंडी भी गया, हरियाणा भी गया, उत्तर प्रदेश भी गया, पंजाब भी गया, जमशेदपुर भी गया. जहां मौका मिला, जहां जिसने बुलाया उसी के लिए प्रचार करने के लिए गया, देश बचाने के लिए. मेरे सामने देश था. आम आदमी पार्टी इंपॉर्टेंट नहीं है, आम आदमी पार्टी सेकेंडरी है, पहली हमारे लिए देश है. അഴിമതിയുടെ പേരിലല്ല, ഏകാധിപത്യത്തെ വിമർശിച്ചതിനാണ് തന്നെ ജയിലിൽ അടച്ചത്. ഓരോ തുള്ളി രക്തവും താൻ രാജ്യത്തിനായി സമർപ്പിക്കും. तुम्हारे पास रिकवरी तो नहीं है तो यूं ही डाल दिया मेरे को जेल में, बिना सबूत के डाल दिया मेरे को जेल में, बिना रिकवरी के डाल दिया जेल में. പാർട്ടി ആസ്ഥാനത്തു നിന്നും തിഹാർ ജയിലിലേക്കുള്ള മടക്കയാത്രയിൽ ദേശീയ പതാകയുമായി മന്ത്രിമാരും എംപിമാരും പാർട്ടി നേതാക്കളും അണികളും കെജ്രിവാളിനെ അനുഗമിച്ചു. 24 ഡൽഹി. സ്കൂളിലേക്ക്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ ഇനി മണിക്കൂറുകൾ. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണ്ണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണവും ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ ഭരണസമിതിയല്ല, സ്കൂളിന്റെ സപ്പോർട്ടിംഗ് സമിതിയാണെന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യപരമല്ലാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ചില PTA ഉണ്ട്. അതിനെല്ലാം അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. PTA ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വലിയ തുക പിരിക്കുന്നതായിട്ടുള്ള പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ PTA-കൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി P. രാജീവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും പങ്കെടുക്കും. 24 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി കീഴടക്കി. പോത്തൻകോട് സ്വദേശിയായ അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ യുവതി സാഹസികമായാണ് കീഴടക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 5:30 ചേങ്കോട്ടുകോണത്താണ് സംഭവം. മാതാവുമായി ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു മോഷണ ശ്രമം. ചന്തവിള സ്വദേശിയായ അനിൽകുമാർ സ്റ്റാച്യുവിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി എത്തിയാണ് യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. 3 പവനുണ്ടായിരുന്ന മാലയുടെ ഒരു ഭാഗം ഇയാളുടെ കയ്യിലായി. തുടർന്ന് സ്കൂട്ടർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച അനിൽകുമാറിന്റെ ഷർട്ടിലും സ്കൂട്ടറിലും യുവതി കടന്നുപിടിച്ചു. ഇതിനിടയിൽ യുവതിയും പ്രതിയും നിലത്ത് വീണു. അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും ഹസ്ബൻഡിന് പുറത്തുള്ള കടലോട്ടും പോയ ടൈമായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസയിൽ നിന്നും മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമിൽ ഇയാൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന മാലയും വലിച്ചു പൊട്ടിച്ച് സ്കൂട്ടർ എടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമിലായിരുന്നു ഞാൻ അയാളുടെ ഷർട്ടിലും വണ്ടിയിലോട്ടും കയറി പിടിച്ചത്. ആ ടൈമിൽ ഇയാൾ എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ടെടുക്കുകയും ചെയ്തു. ഞാൻ പിടിവിടാതെ കൂടെ പോവുകയും റോഡിൽ രണ്ടുപേരും കൂടി വന്ന് വീഴുകയും നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തത്. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് അനിൽകുമാറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. റോഡിൽ വീണ അശ്വതിയുടെ മുഖത്തും തലയ്ക്കും പരുക്കേറ്റു. പ്രതിയുടെ തലയ്ക്കും പരിക്കേറ്റു. കസ്റ്റഡിയിലെടുത്ത അനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുൻ മന്ത്രിയും INL നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ലീഗിന്റെ തന്ത്രമാണ് ഇതെന്നും അഹമ്മദ് ദേവർകോവിൽ 24-നോട് പറഞ്ഞു. ലീഗ് ചർച്ച നടത്തിയിട്ടില്ലെന്നും ആര് വന്നാലും സ്വാഗതം ചെയ്യുമെന്നും PMA സലാം പ്രതികരിച്ചു. വിവാദത്തിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ എന്നായിരുന്നു INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെ പ്രതികരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ജനവിധിക്ക് ശേഷം ചില പാർട്ടികളുടെ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചർച്ചയ്ക്കിടയിലാണ് പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന INL നേതാവ് അഹമ്മദ് ദേവർകോവിൽ മുന്നണി വിടുമെന്ന പ്രചാരണം വന്നത്.
സമസ്ത ലീഗ് പ്രശ്നങ്ങളിലെ പ്രതികരണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അത്. KM ഷാജി കൂടി അതിന് സ്ഥിരീകരണം നൽകിയതോടെ രാഷ്ട്രീയ വിവാദമായി. എന്നാൽ ചർച്ച നടത്തിയെന്ന പ്രചാരണം ദേവർകോവിൽ നിഷേധിച്ചു. ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും ലീഗ് സമസ്ത പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ 24-നോട് പറഞ്ഞു. ഒരു സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ചിന്തയും എൻ്റെ മനസ്സിലൂടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനോടൊപ്പം പുറത്തു വന്ന ആളുകളാണ് ഞങ്ങൾ. മുസ്ലിം ലീഗ് പഴയതിൽ നിന്നും വളരെ മോശമായി കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലില്ല. മുന്നണി മാറ്റ ചർച്ച നടന്നിട്ടില്ലെന്ന് ലീഗ് നേതാവ് E.T. മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. അല്ല, ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു ചർച്ച നടന്നു വന്നു. അതിൻ്റെ വാസ്തവം അത്രയും കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളുടെ ചാനലിൽ കണ്ടു. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആര് ലീഗിലേക്ക് വരുന്നതിനെയും സ്വാഗതം ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും പുറത്തായവരാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്ന് INL ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വിവിധ ഘടകകക്ഷി നേതാക്കളുടെ മുന്നണി മാറ്റ നീക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. 24 കോഴിക്കോട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകാൻ താൽപര്യം പ്രകടിപ്പിച്ച ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുന്നതിനേക്കാൾ വലിയ ബഹുമതിയില്ലെന്നും രാജ്യത്തെ 140 കോടി ജനങ്ങളെയും ലോകമെമ്പാടുമുള്ള ആരാധകരെയുമാണ് ഇതിലൂടെ പ്രതിനിധീകരിക്കുന്നതെന്നും ഗംഭീർ അബുദാബിയിൽ പറഞ്ഞു. Look, I would love to coach the Indian team. There is actually no bigger honor than coaching your national team. You're representing 140 crore Indians and more across the globe as well. And when you represent India, how can it get bigger than that? But how can I help India win the World Cup? I think it's not me that will help India win the World Cup. It is 140 crore Indians that will help India win the World Cup. If everyone starts praying for us and we start playing and representing them, India will win the World Cup. The most important thing is to be fearless. And yes, when you ask me, I would love to coach India. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ സ്പാനിഷ് ക്ലബ്ബുമായി കരാറിൽ ഒപ്പുവെച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഫ്രഞ്ച് ക്ലബ്ബ് PSG-യുമായുള്ള കരാർ അവസാനിച്ചതോടെയാണ് എംബാപ്പെ റയലിൽ എത്തുന്നത്. 2017 മുതൽ റയലിന്റെ റഡാറിൽ ഉള്ള താരമാണ് എംബാപ്പെ. പലതവണ വക്കോളം എത്തി മുടങ്ങിപ്പോയ ട്രാൻസ്ഫറാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത്. ഫ്രാൻസിനൊപ്പം ലോക കിരീടം നേടിയിട്ടുള്ള കിലിയൻ എംബാപ്പെ PSG-യുടെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് സ്പാനിഷ് ലീഗിലേക്ക് എത്തുന്നത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.